പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത്? ഇത് ചോദിക്കുന്നത് അമേരിക്കയുടെ മുമ്പിൽ 10 കൊല്ലം കുനിഞ്ഞു നിന്ന കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ പ്രധാനമന്ത്രി മോദിക്കെതിരെ ചോദ്യശരങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഇന്ത്യ US ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ നിരന്തരം ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയും ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് മറുപടി കൊടുക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന് മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഡൊണാൾഡ് ട്രംപ് ജന്മന ഒരു ഈഗോയിസ്റ്റ് ആണ്. മഡൂറോ ആരടാ ട്രംപേ നീ എന്നെ ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോടാ ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് എന്നാൽ കാണാമടാ എന്ന് പറഞ്ഞ് മഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. സമാനമായിട്ടുള്ള രീതിയിൽ നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നരേന്ദ്രമോദിയെ തട്ടിക്കളയും വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം മോദി മറുപടി കൊടുക്കാൻ എന്ന് കഴിഞ്ഞാൽ ഭരിക്കാനേ സമയം കാണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി സുന്ദരമായി നമ്മുടെ രാജ്യത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിന് നരേന്ദ്രമോദി മറുപടി കൊടുക്കുക, തിരിച്ച് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്നതിനായി കാത്തിരിക്കുക, വീണ്ടും അതിന് മറുപടി കൊടുത്ത് മാധ്യമങ്ങൾക്ക് ആഘോഷം ഉണ്ടാക്കാനായി, മാധ്യമങ്ങളുടെ TRP കൂട്ടാനായി, മാധ്യമങ്ങൾക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു വാക്പോര് എടുത്ത് അമ്മാനമാടാനായി നിന്നു കൊടുക്കുന്ന ഒരാളല്ല മോദി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദി ട്രംപിന് മുമ്പിൽ കുമ്പിടുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നയം രാജ്യത്തിന് നല്ലതല്ല. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. തലയാട്ടാൻ വേണ്ടിയല്ല രാജ്യം നിങ്ങളെ പ്രധാനമന്ത്രി ആക്കിയിരിക്കുന്നത്. നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. തലയാട്ടാൻ വേണ്ടിയല്ല എന്ന്. തലയാട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പേരൊക്കെ അറിയാം. ഒരു സിഖുകാരനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. 2004 മുതൽ 2014 വരെ ഇന്ത്യയിൽ ഭരിച്ച് സോണിയാഗാന്ധിയുടെ മുമ്പിൽ തലയാട്ടും. എന്നാൽ പുറത്തുനിന്ന് ഏതെങ്കിലും വിശിഷ്ടാദികൾ, രാജ്യത്തെ വലിയ ഭരണാധികാരികൾ വന്നു കഴിഞ്ഞാൽ തലയാട്ടില്ല. അപ്പോൾ സോണിയാഗാന്ധി തലയാട്ടും. ഇതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവന്നായ ഡൊണാൾഡ് ട്രംപ് 70 തവണ പറഞ്ഞെന്നും ഖാർഗെ പറഞ്ഞു. എന്തായാലും 70 തവണ ഡൊണാൾഡ് ട്രംപിന് ഇത് പറയേണ്ടി വന്ന ആവശ്യം എന്താണ്? നരേന്ദ്രമോദി ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് 70 തവണ ഇത് വീണ്ടും 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 പറയേണ്ടി വന്നത്. മോദി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അവിടെ വെച്ച് ഈ സംഭവം നിർത്തിയേനെ. ഇപ്പോൾ ട്രംപ് ഒരു ജോക്കറായി മാറുകയാണ് ചെയ്തത്. എന്തായാലും ട്രംപ് ജോക്കർ ആകുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ മോദി കുമ്പിട്ട് നിൽക്കുകയാണെന്ന പതിവ് ബോംബുമായി ഇപ്പോഴും നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ന്യൂസ് ഡെസ്ക്.